ക്ലിയർ ആവും ഒരു ഫ്രണ്ട് പോയിക്കാ ഞങ്ങൾ ഫസ്റ്റ് ടൈം വ്ളോഗിനോണ്ട് ഞങ്ങൾക്ക് അറിയണില്ല ചേട്ടാ കാര്യങ്ങള് കുറച്ച് അവിടെ കുറച്ച് പിള്ളേരാലും ഇരിക്കട്ടെ കാണുന്ന എനിക്ക് അറിയാട്ടാ അതൊന്നും കുഴപ്പമില്ല അവിടെ അവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ടോ കുറച്ച് ആൾക്കാർ കീപ്പറയോ അതാ കുറച്ച് ക്രിഞ്ചാണ് ഗൈസ് പക്ഷെ എന്നാലും കുഴപ്പമില്ല കൂട്ടുകാരെ ഞാൻ ഇനി അടുത്ത പ്രാവശ്യം എന്റെ ഗേൾഫ്രണ്ടിന്റെ കൂടെ വന്ന് വീഡിയോ എടുക്കുന്നതായിരിക്കാം വെറുതെ ടൈപ്പ് അറിയുന്നതാണ് അതാ പോണിട്ടാ നീ അങ്ങനെ വരൂലട്ടോ അങ്ങനെ പോണ ഒറ്റക്ക്. ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു പബ്ലിക് വ്ളോഗ് എടുക്കാൻ പോകണം. ആദ്യത്തെ പബ്ലിക് വ്ളോഗാണ്. എത്രത്തോളം ശരിയാവും ഒരു ഫസ്റ്റ് ടൈമാൻ്റെ ഇരുന്നുണ്ടല്ലോ, അത് ഭയങ്കരമാണ്. എനിക്കറിയില്ല എന്തൊക്കെയാണ് ചെയ്യാന്നുള്ള പിടുത്ത് കിടന്നില്ല. ആൾക്കെങ്കിലും നോക്കുന്നുള്ളൂ. ആ സംഭവം മനസ്സിലാവട്ടെ. അമ്മക്ക് അവിടെ മാറ്റാം. അമ്മ മാറ്റി കഴിഞ്ഞാ അമ്മ കാര്യമില്ല. എത്ര സമയം കൊടുത്തും കാര്യമില്ല. 1 മണിക്കൂറേക്കാണ് മാറ്റാൻ വേണ്ടി കയറിയിട്ട് ഒരു കാര്യമില്ല. ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു ബീച്ചിൽ വെച്ചിട്ട് കാണാം. ആൻഡ് പ്ലസ് സ്പെക്സ് എങ്ങനെ ഓഫാക്കുക. കിട്ടി അപ്പൊ ഗൈസ് ഇവിടെ ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് ഇപ്പൊ ഇവിടെ ഉള്ള ബീച്ച്. കണ്ട് കയറൊക്കെ ഉണ്ട്. ഇതാണ് ഓൾറെഡി ഇവിടുത്തെ ബീച്ച് എന്ന് പറയുന്നത് കേട്ടോ. അപ്പുറത്തെ കാക്കൊക്കെ പറക്കണണ്ട, കാക്കയും പരുന്നൊക്കെ പറക്കണണ്ട. അതാണ് ഹാർബർ. അതാണ് ഹാർബർ. അത് പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ക്ലിയർ ആവും ഒരു ഫ്രണ്ട് പോയിക്കാ ഞങ്ങൾ ഫസ്റ്റ് ടൈം വ്ളോഗിനോണ്ട് ഞങ്ങൾക്ക് അറിയണില്ല ചേട്ടാ കാര്യങ്ങള്. ഇത് കുറച്ച് ഇങ്ങനെ ഈ അളവ് തന്നെ കുറിച്ച് ഈ അളവ് തന്നെ ഞാൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാ. എന്തായാലും നമ്മളെ കാണുള്ളൂ. ഇത് ഈ അപ്പൊ എന്താണ് ഇവരെ കയറിയിരിക്കണേ ഫസ്റ്റത്തെ വ്ളോഗായോണ്ട് ഫസ്റ്റത്തെ പുറത്തത്തെ വ്ളോഗായോണ്ട് ഇങ്ങനെ കുറച്ച് ക്രിഞ്ച് ഉണ്ട്. യെസ്, കുറച്ച് ക്രിഞ്ചിയാണ്. ഇവരെ അവിടെ ഇരിപ്പിക്കാല്ലോ. അപ്പൊ ഇന്ന് കുഴപ്പമില്ലല്ലോ. അപ്പൊ വെയില് പറഞ്ഞില്ലേ എന്നാ പോരാ ഇവിടെ കട ഇറങ്ങിക്കോവാ. അവിടെ കുറച്ച് പിള്ളേരാലും ഇരിക്കട്ടെ കാണുന്ന എനിക്ക് അറിയാട്ടാ. ചെയ്ത് ശീലിച്ചാൽ മാത്രമേ രസമല്ലേ നമുക്ക് ഇതാവുള്ളൂ. കാറ്റടിച്ചിട്ട് ഇത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അതൊന്നും കുഴപ്പമില്ല. അവിടെ അവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ടോ കുറച്ച് ആൾക്കാർ കീപ്പറയോ അതാ കുറച്ച് ക്രിഞ്ചാണ് ഗൈസ് പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇവിടെ അവിടെ എടുത്തുള്ള കടപ്പുറാണ്. അച്ഛൻ്റെ കൂട്ടുകാരനതാ അവിടെ നിന്ന് വർത്താനം പറയണേ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട പണിയാണ്. ഞാൻ വല്ലാതെ കാര്യം കേട്ടിട്ടില്ല. പേടിക്കണം. കടലാണ് കുറച്ച് പേടിക്കണം. കയറുണ്ട് കേട്ടോ. നോക്കിയാ അച്ഛന്റെ സ്റ്റോറി പറയും. വലിയ കടലിൽ നിന്ന് കാണാൻ ഞാൻ പോയി. ഇതിലും വലിയ കടല് അങ്ങനെ കേക്കോ. ഇതിലും വലിയ കടല് കണ്ടവരാണ് അച്ഛൻ. അറിയോ ഗ്ലാസ് നല്ല ഊരാവുന്നതാണ്. ഇത് ഊരാലും ഊരിയില്ലെങ്കിൽ ലുക്കല്ല. അച്ഛനെ വെച്ചെടുക്കും. ഒരു ഫോട്ടോ എടുത്തോ. അച്ഛനെ നെസറാക്കി വരും. നെസറാക്കാൻ ഞങ്ങളെ
ഫാമിലി ഫ്രണ്ടാണ് ഗൈസ്. യെസ് തിക് ഫ്രണ്ട്സ്. ആ വരുന്നത് കണ്ടോ തിക്ക് തിക്കായിട്ട് തിക്ക് ഏതോ നോട്ടോടെ തിക് ഫ്രണ്ട്സ് ആണ്. അവരോട് തിക്കി തിക്കി വരുന്നത്. അവൻ മെസ്സിലേക്കും അച്ഛനോട് വെച്ച് ഇതൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കുന്നതായിരിക്കും കേട്ടാ. അവര് അതിന്റെ ഡ്രൈവറെ വിളിക്കും. അതുള്ളത് എന്ത് തീരുമാനം എന്ന് പറയാൻ കാരണം എന്തായിരിക്കും? ഇന്ന് നബിദിനായതുകൊണ്ടോ? ഈ നബിദിനായതുകൊണ്ടാണ് തിരമാല കുറവെന്നാണ് ഇസ്രാഖ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇന്നിന്റെ വെറുതെ ചിക്കനെ നോക്കാൻ വേണ്ടിട്ട് ഞാനൊന്നും വാങ്ങിട്ട് ഇനി വന്നിട്ട് അറിയാം. അപ്പുറത്ത് നല്ല ആളുണ്ടോ? അപ്പുറത്തേക്ക് പോടാ. എടാ അല്ല ഒരു കാര്യം കൂടി, ഇത് ഞങ്ങളെ ഫസ്റ്റത്തെ പോകാട്ടാ. ഫസ്റ്റത്തെ വീഡിയോ ആണ്. പുറത്തേക്ക് വന്നിട്ടുള്ള ആദ്യമായിട്ടുള്ള പുറത്ത് നിന്നിട്ട് ഞങ്ങൾ ഇതുവരെ എടുത്തില്ല. എന്തായാലും ഇത് നന്നായി. ഞാൻ വിചാരിച്ചില്ല. ഞാൻ വെച്ച് ഇവിടെ ആൾക്കാരാവും ഇത്ര ആൾക്കാരുണ്ടാവുള്ളൂ. ഞങ്ങള് വന്നത് കൊണ്ട് ഇന്ന് ആരും വന്നിട്ടില്ല. അതാണ് ഞങ്ങൾക്ക് ചൂണ്ടല്ലോ. അതാ അവിടെ ഞങ്ങൾക്ക് മീൻ കിട്ടി. ആമുറ ഞങ്ങളുണ്ട്. ഞങ്ങൾക്കും ആമുറ കിട്ടാറുണ്ട്. ആമുറ ചെമ്പല്ലി ആമുറ ചേട്ടനെ വിളിക്കാം. എന്താ വിളിക്കാ? കേറാൻ വേണ്ടിട്ട് അവിടെ നിന്ന് ഇവിടുത്തെ വയർ മുടിച്ചു പോയത്. കേട്ടിങ്ങനെ എല്ലാരും സൂയിപ്പായി. ഞങ്ങൾക്കായിട്ട് സൂയിപ്പായി. ഞങ്ങൾ കൂടെ വരുന്നവർക്ക് ചിരിച്ച് ചിരിച്ച് ചാകം വേറൊന്നും കിട്ടൂല. മീന് പോവല്ലേ? പോണ കൊണ്ടത്ത് പോയിട്ടുണ്ടാവും. വന്നിനോ അവിടെ വെള്ളം പോവാനുള്ള പരിപാടി കേട്ടതാ. കടപ്പുറത്ത് സിഗരറ്റ്. കടലില് സിഗറോ കടലില് സിഗരറ്റോ? കടലിന് സിഗരറ്റ് കടല് അച്ഛന് വയ്യാത്ത കാരണം ഞാൻ കുറച്ചു കാലമായി പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. ഒരുപാട് ഇതിലൊന്നും കേൾക്കൂലട്ടോ. അത് കൈ പിടിച്ചതാ. ഒരുപാട് പിടിച്ചോ. അച്ഛനും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയതാണ് കടല്. കടലും അല്ലേ? ശേഷം അതല്ല ഞാനിത് മെയിനായിട്ട് ഉദ്ദേശിച്ചത് ഇതിനെക്കാട്ട് വലിയ കടല് നമ്മള് കണ്ടിട്ടുണ്ട്. അത് ശരിയാവും. അതെവിടെ? ദുബായില് കടല? അയ്യോ നാളെ കിട്ടും. എവിടെ കണ്ടെന്ന് അറിയും. വന്നത് ലാഭം നസിറാക്കാണ്. നസിറാക്ക ഷോക്കാണ്. നസിറാന്റെ പെണ്ണുങ്ങൾ ശരിക്കേ മൂപ്പര് ഞങ്ങളൊക്കെ ഇട്ടാണ് അവിടെ നമ്മള് ഗോവയിലാണ് പറഞ്ഞാൽ മതി. സത്യം പറഞ്ഞു എന്താ പറയാ, ഞങ്ങളുടെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ വരുമ്പോ ഈ ആൾക്കാരൊക്കെ നോക്കൂലേ, അതൊരു ക്ലിഞ്ചാണല്ലോ ഇതിനെ കാണുമ്പോ. അതുകൊണ്ട് ഒഴിവാവണം. അങ്ങനെ നാളെങ്കിലും ഒഴിവാവും. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അങ്ങനെ ഞങ്ങൾ നാണമില്ലാത്തവരായിരിക്കും. അതിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. നമ്മുടെ ബോട്ട് ഇറക്കാട്ടാ. അയ്യോ നമ്മളെ സഹായിക്കണ. മീൻ പിടിക്കാനുള്ള പരിപാടിയില്ല. മീൻ പിടിക്കാനേ കടലിലേക്ക് പോകാനുള്ള പരിപാടിയാ. അതല്ല മെയിനായിട്ട് എന്തോ ഒരു ചിന്തയിലാണ്. ഇത് അപ്പുറത്തുണ്ടായിരുന്നു.
അത് കുറച്ചുപാടുണ്ട്. കിട്ടും കിട്ടും കിട്ടും. ആ പോന്നെ നമ്മുടെ സുഹൃത്ത് പ്രമോദ് അത് എടുത്തു. ആ എടുത്തു നമ്മള് എന്താ വേണ്ടി ആ പിടിച്ചോളി. ഏതാ മെല്ലെ ആക്രമണം കാട്ടരുത്. പ്രമോദന്റെ ചെരുപ്പാണത്. ഏത് ഏതതിന്റെ അടിയില് ആ ഒന്നുമാർ തല്ലിയതിന്റെ ഒഴിവായി കിട്ടുമല്ല. ഒന്നുമാർ തല്ലിയതിന്റെ കിട്ടും. ഒന്നുമാർ തള്ളിക്കോളി. ദേശന്മാർ തള്ളിക്കോളി. അതാ പോണിട്ടാ. നീ അങ്ങനെ വരൂലട്ടാ. നിങ്ങൾ പോണ ഒറ്റക്ക്. അവിടെ പൈപ്പ് എടുത്തോളി. അപ്പോ ഇത് നമ്മള് ശരിയായി. ഇനി നമുക്ക് സ്വന്തമായിട്ട് ഒന്ന് എടുക്കാം. നമ്മള് സാഹസികമായ ഒരു ബോട്ടിലെ ഒരു ബോട്ട് കടലിൽ തള്ളിയിട്ട് ഈ വേറെ ബോട്ട് എടുക്കാൻ പോകണ്ടേ. ഞാൻ അടുത്തൊരു ബോട്ടുമാരെ തള്ളിയിട്ടാൽ ഇന്നത്തെ കാര്യം സാറായി. നമ്മള് മീൻ പിടിക്കാൻ പോവാണ് ഗേസ്. ആ ഗേസ് ഇനി കടലിൽ നിന്ന് കാണാം ഗൈസ്. നിങ്ങളുടെ കാണുമോ? ഇനി കടലിൽ നിന്ന് കാണാം ഗൈസ്. കൂട്ടുകാരെ, ഞാൻ ഇനി അടുത്ത പ്രാവശ്യം എന്റെ ഗേൾഫ്രണ്ടിന്റെ കൂടെ വന്ന് വീഡിയോ എടുക്കുന്നതായിരിക്കാം. വെറുതെ ഡൈപ്പ് അറിയാറ്. പിന്നെ ചില സമയത്ത് നമ്മളെ നാണം മാനൊക്കെ നമ്മൾ കളയേണ്ടി വരും. അമ്മ എന്നാലും പറയൂ പ്ലീസ്. ചില സമയത്ത് നമുക്ക് നമ്മളെ നാണം മാനൊക്കെ കളയേണ്ടി വരും. അങ്ങനെ നാണം മാനം കളഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. ആദ്യത്തെ വ്ളോഗ് വിജയകരമായി നടന്നിരിക്കുകയാണ്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്ന് ഞങ്ങൾ പറയുന്നത്. ഇതിനിടയിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ ചെറിയൊരു വ്ളോഗ് ഇത് എത്രയാണ്. അപ്പൊ യെസ്, വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും വരാം. ബൈ.